രണ്ടാം UPA സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കരണ നടപടികൾക്ക് ലോക്സഭയുടെ അംഗീകാരം. ചില്ലറ വ്യാപാര മേഖലയിൽ 51% വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതിനെതിരെ പ്രതിപക്ഷവും ഇടതു പാർട്ടികളും കൊണ്ടുവന്ന പ്രമേയം 218-നെതിരെ 253 വോട്ടിനാണ് ലോക്സഭ തള്ളിയത്. It was between pragmatism and ideological blinkers. And ultimately, reform and pragmatism has won. This decision, which has been endorsed by the Lok Sabha, would ensure that the Indian economy is strengthened. ആകെ 471 വോട്ടാണ് പോൾ ചെയ്തത്. ജയിക്കാൻ 236 പേരുടെ പിന്തുണ വേണ്ടിയിരുന്ന സർക്കാർ അധികമായി നേടിയത് 17 വോട്ട്. BSPയും സമാജ്വാദി പാർട്ടിയും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നതാണ് സർക്കാരിന് ഗുണം ചെയ്തത്. ചലനാത്മകമായ ജനാധിപത്യത്തിന്റെ സ്വഭാവമാണ് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് വാണിജ്യമന്ത്രി ആനന്ദ് ശർമ്മ പറഞ്ഞു. വിദേശ നിക്ഷേപം അനുവദിക്കുന്നതിനുള്ള ഫെമ നിയമ ഭേദഗതിക്കെതിരായ പ്രമേയവും ലോക്സഭ തള്ളി. തൃണമൂൽ കോൺഗ്രസ് നേതാവ് സൗഗത റോയ് കൊണ്ടുവന്ന പ്രമേയത്തിൽ 478 പേർ വോട്ട് രേഖപ്പെടുത്തി. ഭേദഗതിയെ എതിർത്ത് 224 പേരും അനുകൂലിച്ച് 254 പേരും വോട്ട് ചെയ്തു. വിജയത്തിൽ സന്തോഷമുണ്ടെന്നും രാജ്യസഭയിലെ വോട്ടെടുപ്പിൽ വിജയിക്കുമെന്നും UP അധ്യക്ഷ സോണിയാഗാന്ധി പറഞ്ഞു. വിദേശ നിക്ഷേപ നയം അംഗീകരിക്കപ്പെട്ടുവെന്ന് പ്രധാനമന്ത്രിയും വ്യക്തമാക്കി. വിദേശ നിക്ഷേപം സംബന്ധിച്ച ആദ്യ കടമ്പ കടന്ന കേന്ദ്ര സർക്കാരിന് രാജ്യസഭയിലെ വോട്ടെടുപ്പ് അഗ്നിപരീക്ഷയാകും. രാജ്യസഭയിൽ ന്യൂനപക്ഷമായ സർക്കാരിന് ഭൂരിപക്ഷം ഉറപ്പാക്കാൻ ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകം. രാജേഷ് കോയിക്കൽ, ന്യൂഡൽഹി, ഇന്ത്യ വിഷൻ.